10 മണിക്ക് അംഗനവാടി പോകേണ്ട ഒരു ഇവിടെ 9 മണിയായിട്ട് സുഖമായി കിടന്നുറങ്ങുകയാണ് കേട്ടോ. രാത്രിയിൽ മൊത്തം അവൻ്റെ കഥാപ്രസംഗം ആയിരുന്ന കാരണം കൊണ്ട് എനിക്കൊരു പോളെ കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ എനിക്ക് വരുമ്പോഴേക്കും വൈകിട്ടുണ്ടായിരുന്നുവെങ്കിലും അമ്മ ദോശയും ചട്നിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ പോയി അത് കഴിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ അമ്മ അവിടെ ചെടി നനയ്ക്കുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ അടുത്ത് ഞാനത് മേടിക്കാൻ പോയിട്ട് എല്ലാ പണിയും കൂടി ചെയ്യിപ്പിക്കുന്നത് മോശമില്ല. അമ്മയുള്ള കാരണം കൊണ്ട് എന്തായാലും ഒരു ധൈര്യമാണ്, നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ ഒരു സോയ റോസ്റ്റ് ഉണ്ടാക്കാനുള്ള പണിക്കാണ് കേട്ടോ. അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്കായിട്ടും കഴിക്കാൻ വരുന്ന കാരണം കൊണ്ട് തന്നെ ഞാനൊരു സോയ ഉണ്ടാക്കാൻ നിന്നു. അപ്പോഴാണ് തിരുമ്പിയിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ നേരെ തിരുമ്പാനായിട്ട് പോയി. തിരുമണോർത്തിയിലാണെന്നുണ്ടെങ്കിൽ നട്ടപ്ര വെയിലായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ഇവിടുത്തെ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുമണോർത്തിയിലായിരിക്കും നട്ടപ്ര വെയിൽ മൊത്തം, പക്ഷേ തോരനോടത്തൊരു തുണ്ട് വെയിലുണ്ടാകില്ല, ഇതൊന്നും ഉണങ്ങി കിട്ടൂല നേരം പോലെ. അപ്പോൾ പിന്നെ ഞാനതൊക്കെ തോരനിലൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയിക്കുമ്പോൾ ഒരാൾക്ക് ഉള്ളിവട വേണമെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ എന്തായാലും ആശുപത്രിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവന് പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇത്താൻ പറഞ്ഞ വഴിക്ക് തന്നെ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം ആണെങ്കിൽ ഏട്ടൻ വരുമ്പോൾ ചൂടമീൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നേരാക്കുന്ന പരിപാടിയിലൊക്കെയാണ്. അപ്പോൾ അത്രയ്ക്കാണ്